നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പൊളിഞ്ഞ് പാളിസാവാൻ പോകുന്ന അക്ഷര ഹോസ്പിറ്റലിന്റെ ഓർമ്മയ്ക്ക് ഈ ശരത്തേണ്ട ഒരു കാര്യം, ഇവിടുത്തെ ബാക്കി ആത്മാക്കളൊക്കെ എന്തേ മുത്തശ്ശി കണ്ടില്ലല്ലോ? അപ്പുറത്തെങ്ങാനും കാണുമെന്നേ. അവർക്ക് ഭക്ഷണമൊന്നും വേണ്ട. ഉപവാസ പ്രാർത്ഥനയിലായിരിക്കും. ഇനി ദൈവമല്ലേ ഉള്ളൂ രക്ഷിക്കാൻ. ഒരു ദൈവത്തിന് രക്ഷിക്കാനാവില്ല. ഇതേ മർഡറാ, മർഡർ. ഭാരതീയ നിയമ സംഹിത 302 വകുപ്പ്. ഉടനെ തൂക്കിക്കൊല്ലുവോ ശരത്തുമോനെ? ഇല്ല, അതിന് കുറച്ച് സമയം എടുക്കും. ഓ, രക്ഷപ്പെടുവോ? നോ ചാൻസ്. അങ്ങനെ രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല മുത്തശ്ശി. ഒന്നെങ്കിൽ തൂക്കുകയറ്, അല്ലെങ്കിൽ ജീവപര്യന്തം. ഫാഷൻ റാണിക്ക് ഇനി വെള്ളയിട്ട് ജയിലിൽ കിടക്കാം. എനിക്കും കൂടി വരണമെന്നുണ്ടായിരുന്നു. മുത്തശ്ശി വാ മുത്തശ്ശി, വിശ്വസുന്ദരിയെ വിലങ്ങിട്ട് കൊണ്ടുവരുന്നത് കാണാലോ. ഞാനെങ്ങും വരുന്നില്ല. മനോഹരൻ ഇവിടെ വെളിച്ചപ്പാടുത്തുള്ളൂ. അല്ലെങ്കിലും സ്വന്തം അമ്മയുടെ മാനസിക ഉല്ലാസമൊന്നും അവന് വിഷയമല്ലല്ലോ. നിങ്ങൾ വരുമ്പോഴേ വിശദമായിട്ട് പറഞ്ഞു കേൾപ്പിച്ചാ മതി. പറഞ്ഞു കേൾപ്പിക്കല്ല, കാണിച്ചു തരും. ഞങ്ങളെ മൊബൈലിൽ വീഡിയോ എടുത്തോണ്ട് വരാം. ഓ മതി. ഡോക്ടർ, ഡോക്ടർ. സർ, ചായ കുടിക്ക. താങ്ക് യു സർ. ഇന്നലെ വീട്ടിൽ പോയില്ലല്ലേ? വെളുപ്പിന് വരെ ഡോക്ടർ കാറിലായിരുന്നു എന്ന് സെൻട്രി പറഞ്ഞു. അല്ല, അക്ഷര ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ. ബി പ്രാക്ടിക്കൽ ഡോക്ടർ. ഇതൊക്കെ ജീവിതത്തിന്റെ ഭാഗമല്ലേ? അക്ഷര പുള്ളിക്കാരിക്ക് ചായ കൊടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പോലീസ്, കോടതി, ഇതൊക്കെ അക്ഷരയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാ. എനിക്ക് മനസ്സിലാവും. ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്തവർ മാനസികമായി അടിമുടി തകർന്നു പോകും. പക്ഷേ ഒപ്പമുള്ളവർക്ക് ധൈര്യം പകരാനും കഴിയും. അവൾ ഒരു തെറ്റും ചെയ്യില്ല. പ്രിയപ്പെട്ടവരെ വാക്കുകൾ കൊണ്ട് നോവിക്കും. അത് അവൾക്ക് ഒരുപാട് സങ്കടം വരുമ്പോ. ഒരു ചെറിയ മോളുണ്ട് സാർ ഞങ്ങൾക്ക്. അവളിനി എങ്ങനെ സ്കൂളിൽ പോവും? ഒരു കൊലയാളിയുടെ മകളെന്ന് വിളിച്ച് എന്റെ മോളെ കൂട്ടുകാരെ കളിയാക്കില്ലേ? അവളെ ഒറ്റപ്പെടുത്തില്ലേ? ഡോക്ടർ, ഡോക്ടറുടെ കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്. ഇന്നലെ രാത്രി തന്നെ ഞാൻ ഡോക്ടറെ കുറിച്ച് എല്ലാം തിരക്കി അറിഞ്ഞതാ. ആ ബഹുമാനത്തിലാ ഞാൻ ഈ സംസാരിക്കുന്നത്. അല്ലാതെ ഒരാളെ കൊന്നുവെന്ന് സംശയിക്കുന്ന ഒരു സ്ത്രീയുടെ ഭർത്താവിനോടല്ല. ഒരാൾ ഒരിക്കലും ഒരു ക്രൈമിൽ പെട്ടുപോയാൽ അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതിന്റെ പാപഭാരവും ശിക്ഷയും ഏറ്റെടുക്കേണ്ടി വരുന്നത് അവരുടെ കുടുംബം കൂടിയാ. നമ്മുടെ സൊസൈറ്റി അങ്ങനെയാ. അതുകൊണ്ട് മോളുടെ കാര്യത്തിലും ഡോക്ടർ ആ റിയാലിറ്റി ഉൾക്കൊള്ളണം. സർ, ഇന്നത്തെ പ്രൊസീജിയേഴ്സ്. അല്പം കഴിയുമ്പോ കാറ് കിടക്കുന്നിടത്തേക്ക് അക്ഷര മേഡത്തെ കൊണ്ടുപോകും. ഞാൻ അക്ഷര ഒന്ന് കണ്ടോട്ടെ? വേണ്ട, അത് ഗുണത്തെക്കാളേറെ ദോഷമേ ചെയ്യൂ. അത് മാത്രമല്ല, ഡോക്ടർ ഇനി ഇവിടെ നിൽക്കുകയും വേണ്ട. വേറൊന്നും കൊണ്ടല്ല, ഡോക്ടറുടെ മുന്നിലൂടെ കൈവിലങ്ങുമായി പോലീസ് വണ്ടിയിൽ കയറി പോകുന്നത് അവരെ മാനസികമായി തകർത്ത് കളയും. ഡോക്ടർ പ്ലീസ്, താങ്കളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ പറയുന്ന അനുസരിച്ചേ മതിയാവും. ഡോക്ടർ വീട്ടിലേക്ക് പോകും. പ്ലീസ് കോപ്പറേറ്റ് വിത്ത് അസ്. ഈ ശങ്കരേട്ടൻ എന്താ ഇത്ര താമസിക്കുന്നേ?
വഴിയിൽ ആരെങ്കിലും വർത്താനം പറയാൻ കിട്ടിയാ ബാക്കി എല്ലാം മറക്കും. പണ്ടേ അതാണല്ലോ രീതി. പെങ്ങളെ 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 എന്താ ശങ്കരേട്ടാ, എന്തു പറ്റി? മരുമോള് അക്ഷരമോള് അക്ഷരമോള് അക്ഷരമോൾക്ക് എന്തു പറ്റി? മോളെ പോലീസ് പിടിച്ചെന്ന്. അയ്യോ, പോലീസ്? എന്തൊക്കെയാ ശങ്കരേട്ടാ ഈ പറയുന്നേ? ഈ പേപ്പർ ഒന്ന് വായിച്ചു നോക്ക് പെങ്ങളെ. മരുമോള് ഒരാളെ കൊന്നെന്നാ. അന്ന് ആസ്പത്രിയിൽ വെച്ച് നമ്മൾ കണ്ട ആ ഡോക്ടറില്ലേ, അക്ഷരമോളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ആ സുനിത ഡോക്ടർ. അയ്യോ, എന്റെ മോള്. അവരെ മോള് കൊന്നെന്ന്. അയ്യോ, ശങ്കരേട്ടാ കൊന്നെന്നോ? ഞാൻ വിശ്വസിക്കില്ല. അങ്ങനെയൊക്കെയാ പറയുന്നത്. ഇല്ല ശങ്കരേട്ടാ. ഇന്നലെ വൈകിട്ട് മുതൽ ടിവിയിലും ഫോണിലും ഒക്കെ വാർത്ത ഉണ്ടായിരുന്നു. ഇന്നത്തെ പത്രത്തിലും ഉണ്ട്. നമ്മളെ ഉള്ളൂ അറിയാത്തത്. ശങ്കരേട്ടാ, അയ്യോ എന്റെ മോള്, എന്റെ മോളെ. അയ്യോ, എന്റെ അക്ഷര മോള്. അവൾ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നമുക്കറിഞ്ഞുകൂടെ അവളെ? ആസ്പത്രിക്കെതിരെ ആ ഡോക്ടർ എന്തോ പരാതി കൊടുത്തിരുന്നെന്ന്. അതിന്റെ വൈരാഗ്യം കാരണം കൊന്നെന്നാ നാട്ടുകാർ പറയുന്നത്. എന്റെ ഈശ്വരന്മാരെ, എന്തൊക്കെയാ നടക്കുന്നേ? എനിക്കൊന്നും അറിയാൻ മേല. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞ് ഒന്ന് സന്തോഷിച്ചു തുടങ്ങിയതേ ഉണ്ടായിരുന്നല്ലോ എന്റെ മക്കള്. ഞാൻ മരുമോനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ, എന്താ സത്യം എന്നറിയാലോ. കിട്ടുന്നില്ലല്ലോ പെങ്ങളെ, നമ്മളിനി എന്ത് ചെയ്യും? നമ്മളൊന്ന് പോണ്ടേ ശങ്കരേട്ടാ? എന്റെ മോനെ ആകെ തളർന്നു കാണും. ഒന്ന് ആശ്വസിപ്പിക്കാനെങ്കിലും നമ്മൾ അടുത്ത് വേണ്ടേ? മരുമോൻ വീട്ടിൽ കാണുമെന്ന് അറിയില്ലല്ലോ. സ്റ്റേഷനിലൊക്കെ പോകാൻ വേറെ ആരാ ഉള്ളത്? ഞാൻ അവനെ ഒന്നൊരു വിളിച്ചു നോക്കട്ടെ പെങ്ങളെ, അത് കഴിഞ്ഞിട്ട് പോയാ പോരെ? ശങ്കരേട്ടൻ വിളിക്ക. ഇതൊക്കെ കേട്ടിട്ട് എന്റെ കാത് മാത്രമല്ല ഉള്ളം കാല് വരെ പൊള്ളുക. കിട്ടുന്നില്ലല്ലോ. സിദ്ധു, നീ ഒന്നും കഴിക്കുന്നില്ലേ? ഇല്ല, എനിക്ക് ഒന്ന് രണ്ട് കോൾ ചെയ്യാനുണ്ട്. പിന്നെ ഉടനെ ഇറങ്ങുകയും ചെയ്യണം. ഭക്ഷണം പോലും കഴിക്കാതെ നീ ഇതെങ്ങോട്ടായി പോകുന്നത്? ചേച്ചി എന്തൊന്നും അറിയാത്ത പോലെ. ഞാൻ ഇന്നലെ രാത്രിയും പറഞ്ഞതല്ലേ നിരഞ്ജൻ ഡോക്ടറെ സഹായിക്കാൻ പോകുന്ന കാര്യം. അത് വേണോടാ? അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്? നീ എന്താ പ്രേമേ ഒന്നും അറിയാത്ത പോലെ? നിരഞ്ജൻ ഡോക്ടറെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമല്ലേ? എന്നാലും അച്ഛാ, നാളെ ഇതവന് എന്തെങ്കിലും പ്രശ്നമായാലോ? പറഞ്ഞു കേട്ടിടത്തോളം ശത്രുക്കള് വലിയവരാ. അച്ഛനും അത് അറിയാവുന്നതല്ലേ? യുദ്ധത്തിൽ അങ്ങനെ വലിപ്പച്ചെറുപ്പൊന്നുമില്ല ചേച്ചി. ഒടുക്കം നന്മ വിജയിക്കും, ധർമ്മം പുനഃസ്ഥാപിക്കും. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്. നിന്റെ വക്കീൽ വാക്കിനോട് വാദിച്ച് ജയിക്കാനൊന്നും ഞാനില്ല സിദ്ധു. എനിക്ക് ഭയമാ. എനിക്ക് പത്തും പലതും ഒന്നുമില്ല, നീ ഒന്നേ ഉള്ളൂ. കഴിഞ്ഞിട നിന്നെ ഓർത്ത് ഞങ്ങൾ എന്തുമാത്രം തീ തിന്നുന്നു നിനക്കറിയാമല്ലോ. നിനക്കെന്തെങ്കിലും, നിന്റെ ഭാവിക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള ഭയമാടാ ചേച്ചിക്ക്. ഓ, കല്യാണമാണല്ലോ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം. എന്റെ പ്രേമേ, സ്വന്തം സുഖം സന്തോഷവും മാത്രം നോക്കി ജീവിക്കുന്നവരാ ഭൂരിഭാഗം ആളുകളും. ദുരന്തങ്ങൾ സംഭവിച്ചതൊന്നും എന്റെ വീട്ടിലല്ലല്ലോ എന്ന് സമാധാനിച്ച് കിടന്നുറങ്ങുന്നവർ. പക്ഷേ കരളിൽ കരുണയുള്ളവൻ അയൽപക്കത്ത് കരച്ചിലിന് കാതോർക്കും. അവരുടെ കണ്ണീർ കാണും. കുഞ്ഞളിയൻ ആ ഗണത്തിൽപ്പെടുന്ന ആളാണ്. എനിക്ക് പോവാതിരിക്കാനാവില്ല ചേച്ചി. എല്ലാം കണ്ടിട്ടും ഞാൻ കാണാത്ത മട്ട് നടിച്ച, അനീതിക്ക് നേരെ എന്റെ കാതുകൾ കൊട്ടിയടച്ച, അത് ഞാൻ എന്നോട് തന്നെ ചെയ്യുന്ന ഏറ്റവും വലിയ അപരാധമായി പോവും. ആ കുറ്റബോധത്തിൽ നിന്ന് പുറത്തു കടക്കാൻ ഈ ജന്മം എനിക്കാവില്ല. അതുകൊണ്ട് ഞാൻ പോവും ചേച്ചി.
അയ്യപ്പ ശരണം രാവിലെ എത്തിയല്ലോ. തെളിവെടുപ്പ് കാണാൻ പോവല്ലയോ? അല്ല, തൃശ്ശൂർ പൂരം കാണാം. അയ്യോ, ഏറ്റവും വലിയ പൂരം ഇവിടല്ലേ? പുലിക്കളി, കുടമാറ്റം, വെടിക്കെട്ട്, പൂരം, പൊടിപൂരം. അല്ല സ്വാമി, ഈ കേസിന്റെ പോക്കേ എങ്ങനെയായിരിക്കും? വിചാരണ നാളെ തുടങ്ങോ? എനിക്കറിയില്ല, ഞാൻ വക്കീലല്ല. മറ്റുള്ളവര് കരയുമ്പം ആ കണ്ണീര് നക്കി കുടിക്കുന്നത് ചെകുത്താന്മാരാ. ഓ, അയ്യപ്പ സ്വാമിയുടെ ഒരു ദണ്ഡം. ഉണ്ട ചോറിനും ഉപ്പിനും നന്ദി ഉണ്ടാവുന്നത് നല്ലതാ. കൂട്ടുപ്രതി ആവാതിരിക്കാൻ സൂക്ഷിച്ചോ. ഒടുക്കം സ്വാമിക്ക് ഒളിച്ചിരിക്കാനേ ശബരിമല വനം തികയാണ്ട് വരും. അത് സാരല്ല, എനിക്ക് പേടില്ല. ആ